നമസ്കാരം. ദ AM ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. പ്രൊമത്തിയസ് കേവിൽ നിന്നുള്ള അത്ഭുതകരമായ അനുഭവങ്ങൾക്ക് ശേഷം ഇനി നമ്മൾ പോകാൻ പോകുന്നത് മറ്റൊരു സ്വാഭാവിക അത്ഭുതമായ മാർത്ത് വില്ലി കനിയണിലേക്കാണ്. പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും സംഗമമായ ഈ സ്ഥലം ജോർജിയയിലെ പ്രധാന ആകർഷണങ്ങളുടെ മനോഹരമായ ഒരു ഭാഗമാണ്. ആദ്യം തന്നെ അടുത്തുള്ള ഭക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചു. അതിനുശേഷം മുകളിലുള്ള വാക്വേയിലൂടെ നടന്ന് ചുറ്റുമുള്ള സൗന്ദര്യം ഞങ്ങൾ ആസ്വദിച്ചു. പ്രൊമത്തിയസ് കേവിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരത്തിലാണ് മാർത്ത് വില്ലി കനിയൺ. ജോർജിയയുടെ ഐമറേദി മേഖലയിൽ പത്തിരി പച്ചയുമായി ചുറ്റപ്പെട്ട നിലയിലാണ് ഈ കനിയൺ സ്ഥിതി ചെയ്യുന്നത്. മാർത്ത് വില്ലി കനിയൺ കേവലം ഒരു പ്രകൃതി കാഴ്ച മാത്രമല്ല, ഇത് പുരാതന ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമാണ്. പതിനേഴാം നൂറ്റാണ്ടിൽ ഒഡീഷി രാജാക്കന്മാർ ഇവിടം തങ്ങളുടെ വിശ്രമ കേന്ദ്രമായി മാറ്റിയിരുന്നു. അവർ ഈ കനിയണിലാണ് നീരാടാൻ സ്ഥിരമായി വന്നുകൊണ്ടിരുന്നത്. ഇന്നും പഴയ പാതകളും കല്ലിൽ മിന്നുന്ന വെള്ളം നിറഞ്ഞ ടാങ്കുകളും അവശേഷിക്കുന്നു. ഇവിടം ഒരിക്കൽ ധാച്ചി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ചരിത്രവും സാഹിത്യവും പ്രകൃതിയുമായി ചേർന്നുണ്ടാക്കുന്ന അനുഭവം. ഇതാണ് മാർത്ത് വില്ലിയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന രഹസ്യം. കാറ്റിൽ വീശുന്ന മരച്ചില്ലകൾക്കിടയിലായി ഒരുങ്ങിയിരിക്കുന്ന വ്യൂ പോയിന്റുകൾ വഴി കനിയൺ മുഴുവൻ നോക്കി ആസ്വദിക്കുവാൻ നമുക്ക് സൗകര്യമുണ്ട്. പദയാത്രയുമായി കനിയണിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ചകൾ ക്യാമറയിൽ പകർത്താനാവില്ല, അത് അനുഭവിച്ചേ മതിയാവൂ. ഇവിടുത്തെ ശാന്തത, പ്രകൃതിയുടെ സംഗീതം പോലെ കാതിൽ പതിയുന്ന കിളികളുടെ ശബ്ദം എല്ലാം ചേർന്ന് ഒരു അവിസ്മരണീയമായ അനുഭവം നമ്മൾക്ക് ലഭിക്കുന്നു. പ്രൊമത്തിയസ് കേവിൻ്റെ അത്ഭുതങ്ങൾക്ക് ശേഷം മാർത്ത് വില്ലി കനിയണിലൂടെ ഈ യാത്ര ആസ്വദിക്കാൻ കഴിഞ്ഞത് വലിയ അനുഭവമായി ഞാൻ നോക്കിക്കാണുന്നു. നിങ്ങളും ഒരിക്കൽ ജോർജിയ സന്ദർശിക്കുമ്പോൾ ഈ രണ്ടിടങ്ങളും മിസ് ചെയ്യരുത്. ഇങ്ങനെ പ്രൊമത്തിയസ് കേവിൻ്റെ പ്രകൃതിയുടെ അത്ഭുതങ്ങളും മാർത്ത് വില്ലി കനിയൻ്റെ ശാന്തതയും അനുഭവിച്ച് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റിയായ ടിബിലിസി ആയിരുന്നു. ഒരു പ്രാചീന നഗരത്തിൻ്റെ ചരിത്രവും ആധുനികതയും ചേർന്നൊരു വിശേഷ അനുഭവം. അവിടുത്തെ തെരുവുകൾ, പഴയ കെട്ടിടങ്ങൾ, കിഴക്കൻ യൂറോപ്യൻ സംസ്കാരം, അതെല്ലാം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കായി ഞങ്ങൾ എത്തിക്കുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.